അത് അപ്പൂപ്പന്റെ സൈഡിൽ നിന്ന് സംഭവിച്ച എന്താ വെച്ചാൽ അപ്പൂപ്പൻ നല്ല കാര്യമായിട്ടാ പറയാം. അപ്പൂപ്പൻ പറയുന്നത് എൻ്റെ പാട്ട് നല്ലതാണെങ്കിൽ ആൾക്കാരെ ഏറ്റി പാടും, അതിപ്പോൾ എൻ്റെ പേരൊന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്നും എഴുതി വെച്ചില്ല. അപ്പൂപ്പൻ ഇത് അപ്പൂപ്പൻ്റെ ആണെന്നോ നൊട്ടേഷൻസോ ഒന്നും ചെയ്തു വെച്ചില്ല. എനിക്ക് അത് വലിയൊരു ഭാഗ്യം. അമ്മൂമ്മയുടെ കൂടെ എനിക്ക് ഒരെണ്ണം പാടി ഇറക്കാൻ പറ്റി, അപ്പൂപ്പൻ്റെ പാട്ട് തന്നെ. അമ്മൂമ്മയുടെ 92-ലാണ് അത് അമ്മൂമ്മ പാടുന്നത്. ഇപ്പൊ അമ്മൂമ്മയ്ക്ക് 94 ആയി. അപ്പം അമ്മൂമ്മ 92-ൽ അത് പാടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അമ്മൂമ്മയുടെ കൂടെ അമ്മൂമ്മയുടെ 92-ാം വയസ്സിൽ ഞാൻ കൊച്ചുമകൾ കൂടെ പാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ് അത് ആയിട്ടൊരു. അപ്പം എന്നോട് ഇത് സാറ് പാടുമ്പം പറഞ്ഞത്, ഇതിനു മുമ്പ് ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള വർഷം പാടുന്ന മെയിൻ സിംഗറിന് പാടുമ്പോൾ ഒരു ഇത് വന്നിട്ട് സോങ്ങിൽ നിന്നൊക്കെ മാറി ആ കുട്ടി തലയിറങ്ങി വീഴുകയൊക്കെ ചെയ്തു. ഇരിക്കും. അപ്പൂപ്പൻ്റെ ആണെങ്കിലും നമുക്ക് ഒരുപാട് നല്ല 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 അത്രയും ഫേമസ് കോമ്പോസിഷൻസ് ആണ് അത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആണെന്ന് ആർക്കും അറിയില്ല. അതാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു വിഷമം. ഈവൻ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെയും കൂടി. അതെ അതെ അതെ, അത് അപ്പൂപ്പന്റെ സൈഡിൽ നിന്ന് സംഭവിച്ച എന്താ വെച്ചാൽ അപ്പൂപ്പൻ നല്ല കാര്യമായിട്ടാ പറയാം. അപ്പൂപ്പൻ പറയുന്നത് എൻ്റെ പാട്ട് നല്ലതാണെങ്കിൽ ആൾക്കാരെ ഏറ്റി പാടും, അതിപ്പോൾ എൻ്റെ പേരൊന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്നും എഴുതി വെച്ചില്ല. അപ്പൂപ്പൻ ഇത് അപ്പൂപ്പൻ്റെ ആണെന്നോ നൊട്ടേഷൻസോ ഒന്നും ചെയ്തു വെച്ചില്ല. അപ്പം എനിക്ക് എംഫിൽ ഞാൻ അപ്പൂപ്പൻ്റെ ടോപ്പിക്കാണ് ചെയ്തത് എംഫിൽ. അപ്പം എനിക്കത് ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരുന്നു. തെളിയിക്കണ്ടേ, നമുക്ക് തെളിയിക്കാൻ ഇത് അദ്ദേഹത്തിൻ്റെ ആണെന്ന് വാക്കാലെ ഉള്ള തെളിയിക്കലേ പറ്റുള്ളൂ. ഒന്നും റിട്ടേൺ ഡോക്യുമെന്റ്സ് ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പം അമ്മുമ്മ, വൈഫ് അമ്മുമ്മ, പിന്നെ അപ്പൂപ്പൻ്റെ സ്റ്റുഡൻസ് ഓമനക്കുട്ടി ടീച്ചർ, MG രാധാകൃഷ്ണൻ സാറ്, MG ശ്രീകുമാർ, അവരൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൂപ്പൻ്റെ അടുത്ത് നിന്ന്. വിധുചേട്ടൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അരുന്ധതി ആൻറ്റി കുറച്ച് സോങ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഓൾ ഇന്ത്യ റേഡിയോയിൽ അപ്പൂപ്പൻ ഈ ലെസൺസ് ചെയ്യുമ്പം ഇവരൊക്കെയാണ് വന്ന് പാടിക്കൊണ്ടിരുന്നത്, അരുന്ധതി ആൻറ്റിയെ പോലത്തെ. അപ്പം അങ്ങനെ അവരുടെയൊക്കെ ത്രൂ വാക്കാലെ ഉള്ള റിട്ടേൺ അങ്ങനത്തെ ഡോക്യുമെന്റ്സേ നമ്മുടെ കയ്യിൽ ഉള്ളൂ. അത് നമുക്കൊരു വലിയൊരു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തീസിസ് വെക്കുമ്പോൾ എത്രത്തോളം ഒത്തൻറ്റിസിറ്റി അതിൽ വരും എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ PhD ചെയ്യാനായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. പിന്നെ ഞാനത് പതുക്കെ മാറിയിട്ട് ഞാൻ വെച്ചു പാടി കുറച്ചും കൂടെ പോപ്പുലറൈസ് ചെയ്യാം. ഇപ്പം ഞാൻ അങ്ങനെ ഈ അടുത്ത് ഒരു 2 to 3 years ബിഫോർ ആണ് ഞാനും ശ്രീനാഥും കൂടെ അപ്പൂപ്പൻ്റെ ഒരു കോമ്പോസിഷൻ, ഞാൻ അപ്പൂപ്പൻ്റെ കോമ്പോസിഷനും ശ്രീനാഥിൻ്റെ ഒരു ഇൻപുട്ടും കൂടെ ഒരു സോങ് കമ്പോസ് ചെയ്ത് മോജോയിൽ നമ്മളൊരു സോങ് ഇറക്കിയിരുന്നു. അത് അത്യാവശ്യം അതിപ്പോഴും കുറേ പേര് അത് കേട്ടിട്ട് ഇപ്പോഴും അത് ലൂപ്പിൽ കേൾക്കുന്നവരുണ്ട്. നീലവർണ്ണ പാഹിമാം എന്ന് പറഞ്ഞാൽ. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം. ഞങ്ങളിങ്ങനെ ഇച്ചിരി പുറകോട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുന്നുണ്ട്. അതെ അതെ അതെ. അത് കഴിഞ്ഞ് എനിക്കത് വലിയൊരു ഭാഗ്യം. അമ്മൂമ്മയുടെ കൂടെ എനിക്ക് ഒരെണ്ണം പാടി ഇറക്കാൻ പറ്റി, അപ്പൂപ്പന്റെ പാട്ട് തന്നെ. അമ്മൂമ്മയുടെ 92-ലാണ് അത് അമ്മൂമ്മ പാടുന്നത്. ഇപ്പൊ അമ്മൂമ്മയ്ക്ക് 94 ആയി. അപ്പം അമ്മൂമ്മ 92-ൽ അത് പാടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അമ്മൂമ്മയുടെ കൂടെ അമ്മൂമ്മയുടെ 92-ാം വയസ്സിൽ ഞാൻ കൊച്ചുമകൾ കൂടെ പാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ് അത്. സ്റ്റേജസും ഞാൻ പാടിയിട്ടുണ്ട് അമ്മൂമ്മയുടെ കൂടെ. അമ്മൂമ്മയുടെ സിനിമാ പാട്ട് എന്ന് പറയുന്നത് ദേവരാജ മാഷിന്റെയും ONV സാറിന്റെയും ആദ്യത്തെ സിനിമാ പാട്ടാണ്. അമ്മൂമ്മയുടെ ലാസ്റ്റ് സിനിമാ പാട്ട്. അപ്പൊ ആ പാട്ട് അമ്മൂമ്മയുടെ കൂടെ ഞാനും അമ്മൂമ്മയും കൂടെ ഒരുമിച്ച് ഇന്ന് സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ട്. ഈ അടുത്തും ദേവരാജ മാഷിന്റെ ഒരു അനുസ്മരണം ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പൊ അമ്മൂമ്മ ചെന്നൈയിൽ വന്നു. ഈ ലാസ്റ്റ് ഇയർ ചെന്നൈയിൽ വന്നു. അമ്മൂമ്മ ആ പാട്ട് സ്റ്റേജിൽ പാടി, ഞാനും കൂടെ പാടി. അതൊക്കെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അമ്മൂമ്മയുടെ ആരോഗ്യം ഇപ്പം കുഴപ്പമില്ല, അമ്മൂമ്മ ഓക്കെയാണ്. പക്ഷെ പാടാൻ ആക്ച്വലി പറ്റുന്നുണ്ട് കേട്ടോ. അമ്മൂമ്മ ഈ 92-ൽ പാടിയത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മായ ഗോപബാല എന്ന് പറഞ്ഞ അപ്പൂപ്പന്റെ കോമ്പോസിഷൻ ആണ്. അത് അമ്മൂമ്മ സുഖമായിട്ട് ഒറ്റ ടേക്കിന് പാടിയതാണ്. ഈവൻ ഈ ഏജില് ശ്രുതിയും അമ്മൂമ്മയ്ക്ക് താളം ഈ ഇങ്ങനത്തെ റെക്കോർഡിംഗ് സിസ്റ്റത്തിൽ പാടുന്നില്ലല്ലോ. അപ്പൊ ഈ ക്ലിക്കിലൊക്കെ പാടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കയ്യില് താളം അടിച്ച് പാടുമ്പോ ചിലപ്പോ അപ്പൊ അത് ഇച്ചിരി വലിഞ്ഞൊക്കെ പോകും. അല്ല ശ്രുതി പക്കയാണ്, ട്യൂൺ പക്കയാണ്, ഓർമ്മ പക്കയാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പൊ അമ്മയുടെ കൂടെ അത് പാടിയത് എനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇറക്കിയത്. മായ ഗോപബാല എന്ന് പറഞ്ഞ അപ്പൂപ്പന്റെ കോമ്പോസിഷനാണ്. അമ്മമ്മയാണ് ആദ്യ ഗുരു എന്ന് പറഞ്ഞല്ലോ. അമ്മമ്മയിൽ നിന്ന് പഠിച്ചൊരു വലിയ ലെസൺ എന്താണ്? അമ്മമ്മയുടെ ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ
അത് പാട്ടിന്റെ ലെസൺ അല്ല, ലൈഫിന്റെ ലൈഫ് ലെസൺ. അതെന്താ വെച്ചാൽ അമ്മൂമ്മ ഈ 94 ഇപ്പൊ ഈ അടുത്ത അമ്മൂമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, ഹിപ്പ് ഒടിഞ്ഞിട്ടുള്ള. പക്ഷെ അമ്മൂമ്മ വിത്തിൻ 1 to 2 months അമ്മൂമ്മ നടക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഈ ഏജിൽ പാടാണ് എന്നുള്ള കാര്യം. പക്ഷെ അമ്മൂമ്മയുടെ ഒരു ധൈര്യം വെച്ചാൽ നാളെ എനിക്കൊരു ഇവന്റിന് പോകണം എന്നുള്ള രീതിയിൽ, നാളത്തെ എനിക്ക് ആ ഇവന്റിന് എനിക്ക് നന്നായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് പോകണം. അപ്പൊ ആ ഒരു ഞാൻ പറയുന്നത് അത് ചിലവരതിനെ തെറ്റായിട്ടും കാണോ, മതിയായില്ലേ ഈ പ്രായത്തിലും എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയുന്നത് അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് അല്ലേ. അത് കാരണം നാളത്തെ ആ ഇവന്റിന് വേണ്ടി ഞാൻ ഇന്ന് ബെറ്റർ ആവണം എന്നുള്ളൊരു ഇത്. നമുക്കൊക്കെ ഈ സമയത്ത് ഇനി നാളെ പോണോന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അമ്മൂമ്മ അതല്ല, നാളത്തെ, അതായത് ഞാനും അച്ഛനും പാടുന്ന പ്രോഗ്രാം ആയിരിക്കും ആ ഇവന്റ്. അപ്പൊ അതിന് എനിക്ക് വരണം, ഫ്രണ്ട് ഇരിക്കണം, നിങ്ങൾ പാടുന്ന കേൾക്കണം. അപ്പൊ അതിലെനിക്ക് നല്ല സാരി ഇപ്പോഴും അമ്മൂമ്മ ഒരിക്കലും സെറ്റും ഉണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരിയൊക്കെ വെറുക്കുന്ന ആളാണ്. ആ സെറ്റ് സാരിയൊക്കെ ഗിഫ്റ്റ് കൊടുത്തത് എന്താ വെള്ള കളർ എനിക്ക് തന്നിരിക്കുന്നതെന്ന് പറയുന്ന ആളാണ്. എന്നെക്കാളും ബ്രൈറ്റ് ഷെയ്ഡ്സും ഒരുങ്ങി. ഞാനിപ്പോ നെയിൽ പോളിഷ് ഇടാണെങ്കിൽ കൈ കൊണ്ട് തരും, ത്രെഡ് ചെയ്യാൻ അമ്മൂമ്മ എൻ്റെ കൂടെ വരും. അങ്ങനത്തെ അമ്മൂമ്മയാണ്. അപ്പൊ അമ്മൂമ്മയാണ് ഞങ്ങളെ നിർബന്ധിച്ചത്, എന്ത് ഇങ്ങനെ ഈ ഡ്രസ്സിലാണോ നിങ്ങൾ ഒരു പ്രോഗ്രാമിന് പോകണമെന്നൊക്കെ ചോദിക്കും. കമ്മല് കാണണം, ഒരുങ്ങണം, പോസിറ്റീവായിട്ട് എല്ലാവരുടെ അടുത്തും നല്ല. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. നാളത്തെ ഇവന്റിന് പോകണം എന്നുള്ളെങ്കിൽ നമ്മൾ ഇന്ന് റെഡി ആവണം. ഭയങ്കര നാളേക്ക് വേണ്ടി ആള് വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം മൈൻഡ് എപ്പോഴും അമ്മൂമ്മയുടെ ഭയങ്കര പോസിറ്റീവാണ്. ഞാൻ ഓക്കെയാണ് എന്നുള്ളൊരു. അമ്മൂമ്മ സുഖമായിട്ട് നടന്നു. അമ്മൂമ്മയുടെ വീട് മേളത്തെ നിലയിലാണ്. സ്റ്റെപ്പ് കയറി ഇറങ്ങിയാണ്. ഞങ്ങളുടെ ഈ അടുത്ത് കഴിഞ്ഞ മാസം ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് അമ്മൂമ്മ വന്നു. അപ്പൊ അത് ഞങ്ങൾക്കൊരു ഇതാണ്, ഇങ്ങനെ തന്നെ പോട്ടെ അമ്മൂമ്മയുടെ ആരോഗ്യം. അമ്മൂമ്മ അങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ സ്റ്റേജ് ഷോസും അല്ലെങ്കിൽ പാട്ടൊക്കെ അമ്മൂമ്മയ്ക്കും ശ്രീനാഥ് ഇപ്പം വന്നപ്പോ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനും ശ്രീനാഥും ഒക്കെ പാടുന്നതും ശ്രീനാഥിന്റെ ഈ മലബാറിക്കസിന്റെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഈ ടിവിയിലൊക്കെ കാണുമ്പോൾ അമ്മൂമ്മ ടിവിയിൽ ഇങ്ങനെ ഞാൻ ശ്രീനാഥിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അപ്പൊ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അമ്മൂമ്മ ഇപ്പോഴും ആ ഒരു ട്രെൻഡൊക്കെ ഫോളോ ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, അമ്മൂമ്മയ്ക്ക് ഇതുവരെ മലബാറിക്കസിന്റെ ഷോ കാണിക്കാൻ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ മിക്കതും ഇവരുടെ ഭയങ്കര ബഹളത്തിന്റെ അതൊന്നും അമ്മൂമ്മയ്ക്ക് പ്രശ്നമില്ല. പക്ഷെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അപ്പൊ അമ്മൂമ്മയെ കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നിശാഗന്ധിയിൽ എന്നൊക്കെ പറഞ്ഞാൽ അമ്മൂമ്മ അത്രയും നടന്ന് ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തുന്ന കാര്യമൊക്കെ ഇച്ചിരി പാടാണ്. അപ്പം അങ്ങനത്തെ അല്ലാതെ കുറച്ചും കൂടെ ഒതുങ്ങി അങ്ങനത്തെ ചെറിയ ഷോസ് ഒക്കെ വരുമ്പോ കൊണ്ടുപോകണം അമ്മൂമ്മേനെ. ഇത് കാരണം ഫുൾ യൂത്ത് നിന്ന് അങ്ങനത്തെ ഇതിൽ കൊണ്ടുപോകാൻ പാടാ. അപ്പൊ അത് മാത്രം അമ്മൂമ്മ കണ്ടിട്ടില്ല. ശ്രീനാഥിന്റെ അങ്ങനത്തെ കണ്ടിട്ടില്ല. എന്റെ ഓൾമോസ്റ്റ് എല്ലാ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ട്രിവാൻഡ്രത്ത് പരിപാടിക്കും വന്നു, കണ്ടു. അത് പിന്നെ ശ്രീനാഥിന്റെ ക്ലാസിക്കൽ കോൺസേർട്ട് കേട്ടു അമ്മൂമ്മ. ട്രിവാൻഡ്രത്ത് സൂര്യയില് ശ്രീനാഥ് ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ നടത്തി, അത് കേട്ടു. അങ്ങനത്തെയൊക്കെ മാക്സിമം അമ്മൂമ്മ എല്ലാത്തിനും വരും. ഇപ്പൊ എല്ലാരും ഈ ഇൻഡിപെൻഡന്റ് ട്രാക്കിന്റെ പിന്നാലെയാണല്ലോ. ലേറ്റസ്റ്റ് ഇൻഡിപെൻഡന്റ് ഒക്കെ ഭയങ്കര അത് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിയ ഒരു പാട്ടാണ്. അതിന് ഓൾ താങ്ക്സ് ടു അനുരാഗ് രാജീവ് നായൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ടാണ്. പുള്ളി കമ്പോസ് ചെയ്ത പാട്ടാണത്. അതൊരു ഇൻഡിപെൻഡന്റ് ട്രാക്ക് മ്യൂസിക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. തകിടുന്നാണ് മ്യൂസിക് വീഡിയോയുടെ പേര്. അപ്പം അതിലൊരു പാട്ട്, അത് എനിക്ക് എന്തോ ഒരു ചേരുന്ന പോലത്തെ ഒരു പാട്ട് നമുക്ക് പറയില്ല. നമുക്ക് സ്വയമേ പാടുമ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ പാടിയതാണ്. അത് കേട്ടിട്ട് എല്ലാവരും പറയുകയും ചെയ്തു നന്നായിട്ടുണ്ട്, വോയിസിന് ചേരുന്ന കുറേ അഭിപ്രായം അതിന് വന്നു. അത് 4 വരെ അത് പാടാം. അങ്ങനെ അത് പോകുന്നത്. അത് ഇടയ്ക്ക് ഇനി മ്യൂസിക് ഒക്കെ വന്നിട്ടാണ് ഫോക്ക് മിക്സ് ആണ് അത്. ഇത് ഈ ഫോക്ക് പറയുമ്പോൾ എനിക്ക് കോളേജിലൊരു ഇൻസിഡന്റ്, എനിക്ക് ഫോക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ തീരെ എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ലാത്തൊരു സമയത്താണ് ഡിഗ്രി പഠിക്കുമ്പോഴാണ് യൂത്ത് ഫെസ്റ്റിവലിന് മത്സരിക്കുന്നത്. ഞാനിങ്ങനെ നടക്കുമ്പോൾ അവിടെ ഫോക്കിന്റെ പ്രാക്ടീസ് ഇതിന്റെ ഓഡീഷൻ നടക്കണു. അപ്പം ടീച്ചർ ഒന്ന് കയറിയിട്ട് പോകും. അപ്പം ഞാൻ ടീച്ചർ ഫോക്ക് ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. നോക്കുമ്പോൾ CJ കുട്ടപ്പൻ സാറാണ് എൻ്റെ ഓഡീഷൻ നടത്തുന്നത്. അപ്പം
അപ്പൊ സാറ് വന്നിട്ട് ഒരു ലൈൻ പാടിപ്പിച്ച് നോക്കിയപ്പോൾ ഇവള് മെയിൻ സിംഗർ. ഫോക്കോ ഞാനോ? അപ്പൊ ഇത് എന്താണ് നടക്കുന്നത്? പക്ഷെ അത് പാടിക്കഴിഞ്ഞപ്പം എനിക്കും ഇഷ്ടപ്പെട്ടു, സാറിനും ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ ഹാട്രിക് ആയിരുന്നു. 3 വർഷം ഇത് കലോത്സവത്തിന് ഫസ്റ്റ്. പിന്നെ അത് കേട്ടിട്ട് ഞങ്ങളെ വേറെ ഒരു ആ സമയത്ത് ഫ്ലവേഴ്സിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഷോയുടെ പേര് മറന്നുപോയി. അതിന് രാജലക്ഷ്മി ചേച്ചി ഇല്ലേ സിംഗർ, രാജലക്ഷ്മി ചേച്ചിയുടെ സൈഡിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ ആയിട്ട് ആ കോമ്പറ്റീഷനിൽ ഞങ്ങളെയാണ് കാണിച്ചത്. ഞങ്ങൾ അവിടെ ചെന്ന് ഈ 7 പേര് ഞങ്ങൾ അവിടെ പെർഫോം ചെയ്യുന്നു. വിദ്യാസാഗർ സാറ്, ശരത് സാറ്, അങ്ങനെ ജഡ്ജസ് പെർഫോം ചെയ്യുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ എതിർ ടീമായിട്ട് വരുന്ന CJ കുട്ടപ്പൻ സാറ്. ഞങ്ങളൊരു ഗുരുവിനെതിരായിട്ടൊക്കെ മത്സരിക്കുന്നു. പക്ഷെ അത് ഭയങ്കര ഒരു, എന്നിട്ട് MAക്ക് ചാലഞ്ചിങ് ആയിരുന്നു. MAക്കും പാടി, അതിനും കിട്ടി. ഒരേ പാട്ട് തന്നെ ഞങ്ങൾ 5 വർഷം മറ്റേ ഇതായിരുന്നു. അത് ഭയങ്കര പവർഫുൾ. അത് പാടിക്കഴിയുമ്പോൾ നമ്മൾ മറ്റേ വേറെ അതാ ഫോക്കിന് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ടൊരു. അപ്പം എന്നോട് ഇത് സാറ് പാടുമ്പം പറഞ്ഞത്, ഇതിനു മുമ്പ് ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള വർഷം പാടുന്ന മെയിൻ സിംഗറിന് പാടുമ്പോൾ ഒരു ഇത് വന്നിട്ട് സോങ്ങിൽ നിന്നൊക്കെ മാറി ആ കുട്ടി തലയിറങ്ങി വീഴുകയൊക്കെ ചെയ്തു. അപ്പം ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പോകുന്ന ആളല്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷെ പാടാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ പോലും അറിയാം നമ്മൾ ആ ട്രാൻസ് ഇല്ലേ അതിലേക്ക് പോവും ഈ പാട്ട്. അപ്പോൾ അത് ഈ ഒന്നാമത് ഈ ഇങ്ങനെ ചിരാതല്ല ഇത് വിളക്കുകൾ ഒരുപാട് ഇങ്ങനെ കത്തിച്ച് വെച്ച് പുകച്ച് നമ്മൾ ഒന്നാമത് റെഡ് കോസ്റ്റ്യൂം അങ്ങനത്തെ ഒരു ഇത്, ഈ മറ്റേ ഇങ്ങനത്തെ ഒരുമിച്ച് പാടുന്നത് ഭയങ്കര ഒരു എനർജിയാണ്. അത് സ്റ്റേജിൽ പാടുമ്പോഴേ നമുക്കത് വരത്തുള്ളൂ. നമ്മൾ പ്രാക്ടീസിന് നമ്മൾ വളരെ അത് അപ്പം പിന്നെ ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പക്ക ഫോക്കിന്റെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് പാട് പ്രാക്ടീസ് അതിന് വേണ്ടി ചെയ്തു. റിഗ്രസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വോയിസ് അത്രയും, പക്ഷെ ഭയങ്കര സ്ട്രെയിൻ ആണ്. കാരണം ഈ ഞങ്ങള് കോളേജിൽ നിന്ന് ഇറക്കുമ്പം ഇതിന് മാത്രമല്ലല്ലോ ഇറക്കുന്നത്, നാളെ ലൈറ്റ് മ്യൂസിക് കാണും, ഗസൽ കാണും. ഈ ലൈറ്റ് മ്യൂസിക്കിന്റെ ഗസലിന്റെ ഒക്കെ അവസ്ഥ ഇപ്പൊ പോക്ക. ഇത് ഫസ്റ്റ് ഡേ ആണെങ്കിൽ മറ്റതും തോറ്റു എന്ന് വിചാരിച്ചാൽ മതി. കാരണം നിലവിളിച്ചാ പാടണേ. പക്ഷെ ഭയങ്കര എനിക്കത് എനിക്ക് ഏറ്റവും ആ ഒരു ഓഡീഷൻ ഞാൻ അറ്റൻഡ് ചെയ്തത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സോങ് ആണ്. അത് പാടുക എന്ന് വെച്ചാൽ അത് എനിക്ക് ഇതുവരെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്നും പാടി ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സാറിന്റെ പെർമിഷനോടെ പാടിയിടണം. സാറിന്റെ തന്നെ മ്യൂസിക്, സാറിന്റെ തന്നെ ട്യൂണാണ്. അപ്പൊ അത് നല്ല ഭയങ്കര ഇങ്ങനെ നിൽക്കുവോ പാട്ട്. ഭയങ്കര അത് ഭയങ്കര ഒരു ഇങ്ങനെ നമുക്ക് ആ ഇത് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ പക്ഷെ എല്ലാരും പറഞ്ഞു അപ്പം മറക്കരുത് കോമ്പറ്റീഷനാണ്. പാട്ടിന്ന് നമ്മൾ അതിനു മുമ്പിലത്തെ വർഷത്തെ കുട്ടി പാടിയിട്ട് പിച്ച് ഒക്കെ മാറി ട്രാൻസിലായിട്ട് പുള്ളിക്കാരി സോങ് നിന്ന് വിട്ടുപോയി. അപ്പൊ കോമ്പറ്റീഷനെ അത് ബാധിക്കും. അപ്പൊ നമ്മളത് കോൺഷ്യസ് ആയിട്ട് കോമ്പറ്റീഷനെ ബാധിക്കരുത്, എനിക്ക് ട്രാൻസ് വരരുത്. പക്ഷെ അത് ആ തീയും പുകയൊക്കെ കൂടെ വരുമ്പോ നമ്മൾ വല്ലാത്തൊരു ഇതിലേക്ക് പാടിക്കഴിഞ്ഞ് കുറച്ച് നേരം എടുക്കും നമ്മളൊന്ന് തിരിച്ചു വരാൻ. ഭയങ്കര ഈ വോക്കൽ സ്ട്രെയിനെ കുറിച്ച് പറഞ്ഞു. വോക്കൽ ഹൈജീൻ എങ്ങനെയാ നോക്കണത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ കഷ്ടപ്പാടാണ്. എനിക്ക് ഭയങ്കര സ്പെഷ്യലി ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കണം കൊണ്ട് അത് ഭയങ്കര സ്ട്രെയിൻ ഉള്ളൊരു. പിന്നെ ഞാൻ മാക്സിമം ഒരു ദിവസം ഒരുപാട് ക്ലാസ്സസ് എടുക്കില്ല. പക്ഷെ എന്നാലും ഏറ്റവും വലിയ എന്റെ ദൂഷ്യം ക്ലാസ്സസിനേക്കാളും വാചകമാണ്. എന്റെ ട്രെയിനറൊക്കെ പറയും ഒന്ന് മിണ്ടാണ്ടിരുന്നാൽ നിന്റെ ശബ്ദം മര്യാദയാവും, അത് കുറച്ച് കുറയ്ക്കണം, വോയിസ് റെസ്റ്റ്. വയ്യാണ്ടാവും. എനിക്ക് ഇടയ്ക്ക് ഇപ്പൊ ശബ്ദം തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു 2 months കംപ്ലീറ്റ്ലി പോയി, കാറ്റ് മാത്രമായി. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന വെറും അത് അന്ന് നിറച്ച് പ്രോഗ്രാമും. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഈശ്വര നല്ല പരിപാടി കിട്ടിയിട്ട് പാടാനും വെറും കാറ്റ്. അതായത് എനിക്ക് ഇങ്ങനെയായി ശബ്ദം, ഭയങ്കര ടെൻഷനായി പോയി. നമ്മൾ നാളെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനാണ്. പിന്നെ ഹെവി മെഡിസിൻസ് ഒക്കെ തന്നെ കഴിക്കേണ്ടി വന്നു. കഴിച്ച് ഇങ്ങനെയൊക്കെ ശബ്ദം തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ ഭയങ്കര ഇപ്പോഴും ഒരു പാട്ടൊക്കെ പാടിയാൽ ഞാൻ എന്തോ ചെയ്ത പോലത്തെ ഒരു സ്ട്രെയിനും ഒക്കെ ഉണ്ട്. ഇപ്പോഴും വരുന്നേ ഉള്ളൂ. ഭക്ഷണത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ഭക്ഷണം എനിക്ക് അസിഡിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഭക്ഷണം നമ്മൾ സൂക്ഷിക്കണം. വിശപ്പ് പാടില്ല. ഇച്ചിരി വിശപ്പ് വന്നാൽ അത് ആസിഡ് മറ്റേ റിഫ്ലക്സ് വന്ന് അത് തൊണ്ടയെ ബാധിക്കും. വിശപ്പിന്റെ എനിക്ക് ചെറിയ വിശപ്പ് പോലും അത് എന്റെ അച്ഛനും അങ്ങനെയുണ്ട്. ഇച്ചിരി വിശക്കാൻ തുടങ്ങുമ്പോൾ മൊത്തത്തിലൊരു വിറയലും ക്ഷീണം ഒക്കെ വരും. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ബാഗിൽ ഇങ്ങനെ ഒരു പഴം അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ കരുതേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിക്കും. അതിന്റെ ആളായിരിക്കും. ഐസ്ക്രീമാണ് എന്റെ ഒരു ഇപ്പൊ ഇത്തിരി കുറഞ്ഞു. ഇല്ല എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ കണ്ടിന്യൂസ് ഫ്രീക്വന്റ് ആയിട്ട് അസുഖങ്ങള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പോലും ഐസ്ക്രീം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലൈഫിൽ വേറെ ആരെ വിട്ടാലും ഐസ്ക്രീം വിടാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്ന ഒരാളല്ല. പക്ഷെ ഇപ്പം തനിയെ ഐസ്ക്രീമിനോടൊരു ക്രേസ് കുറഞ്ഞു. ചില സിംഗേഴ്സ് ഒക്കെ വന്നിട്ട് പറയാറുണ്ട്
ശ്രീനാഥിന് ഐസ്ക്രീം വേറെ അവിടെ ഇരുന്ന് ശ്രീനാഥിന്റെ ചേച്ചിക്ക് ഇവിടെ ഇരുന്ന് ഒരാൾ ഐസ്ക്രീം കഴിച്ചാൽ തൊണ്ടയടയും. അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ഭയങ്കര. എന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ അറിയില്ല, അവരും ഇപ്പൊ നന്നായിട്ട് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. ശ്രീനാഥിന്റെ ചേച്ചിക്ക് ഞാനും ശ്രീനാഥിന്റെ ചേച്ചിയുടെ സെക്കൻഡ് ഡെലിവറി, അതായത് സെക്കൻഡ് ബേബി ഒരുമിച്ചാ വീട്ടിലോട്ട് വന്നത്. അപ്പം ആ പ്രഗ്നൻസിയിൽ ഭയങ്കര ക്രേവിങ് ഐസ്ക്രീം ആയിരുന്നു. ഇത് എന്റെ പ്രശ്നം കൊണ്ടാണോ? ഞാൻ ഫുൾ ഐസ്ക്രീമാണ് എന്റെ മെയിൻ ഒരു ഇഷ്ടമുള്ള ഭക്ഷണം. അപ്പൊ ചേച്ചി ഐസ്ക്രീം എന്നെ പോലെ. അപ്പൊ ഞാൻ ചേച്ചിക്ക് തൊണ്ട ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലേ? എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ശീലമായി കഴിഞ്ഞാൽ. പക്ഷെ അല്ല, വയ്യാണ്ടഴിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇച്ചിരി ഇന്നിപ്പോ എനിക്ക് സ്ട്രെയിൻ ഉണ്ട് എന്ന് പറയുമ്പോ ഞാൻ പോയി കഴിച്ചാൽ അത് നാളെ പ്രശ്നമാകും. അല്ലാത്തപ്പം എന്നെ അത് വലുതായിട്ട് ബാധിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു ക്രേവിങ് കുറഞ്ഞതിന്റെ ഒരു വിഷമമുണ്ട്. എനിക്കത് ക്രേവിങ് എവിടെ പോയി എന്നൊരു വിഷമം. ഐസ്ക്രീം അത്രയും ക്രേവിങ് ഉണ്ടായിരുന്നു. അത്രയും കഴിച്ചോണ്ടായിരിക്കും ദേഹത്തിന് തന്നെ ഇനിയും കഴിക്കരുത്. പക്ഷെ ഈ അസിഡിറ്റി ഉള്ളതുകൊണ്ട് കോഫി അങ്ങനത്തെ ഒക്കെ കുടിക്കുമ്പം എനിക്ക് പ്രശ്നം വരും. സ്പൈസി ഫുഡ് അങ്ങനത്തെ, പിന്നെ ഒരുപാട് പുളിപ്പുള്ള ഫുഡ് അങ്ങനത്തെ ഒക്കെ എനിക്ക്. അപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. മെയിൻലി അത് ഒഴിച്ച് ബാക്കി എല്ലാം നടക്കുന്നുണ്ട്. എന്റെ ശ്രീനാഥിന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ കുറച്ചും കൂടെ വോയിസ് റെസ്റ്റ് ആണ്. കാരണം ശ്രീനാഥ് അങ്ങനെ നമ്മൾ ഒരുപാട് അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ബാക്കി എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയ അന്ന് പിന്നെ പാടാൻ പറ്റില്ല. ആ ഒരവസ്ഥയാണ്. സിനിമകളൊക്കെ കാണാറുണ്ട്? ലൈക്ക് ഭയങ്കര എന്റെ അച്ഛനും അമ്മയും ഞാനും ഭയങ്കര ഇറങ്ങി ആദ്യത്തെ ആഴ്ച കാണണം എന്നുള്ള ടീമുകളാണ്. ഇപ്പൊ കുറഞ്ഞു. കാരണം ഇവിടെ വന്നതിന് ശേഷം ശ്രീനാഥ് സിനിമ കാണാനേ ഭയങ്കര ഇൻട്രസ്റ്റഡ് അല്ലാത്ത ഒരാളാണ്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പം ആണ് കാണുന്നത്. അപ്പം ഇപ്പൊ ഇച്ചിരി അമ്മ അച്ഛനും പറഞ്ഞു ഞങ്ങളത് കണ്ടു എന്ന് വിളിച്ചപ്പോ ദുരന്തർ കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടു, ഞാൻ കണ്ടില്ല. അതാണ്. അമ്മ അച്ഛനും ഭയങ്കര ഭയങ്കര ഇതാണ്, ചില്ലാണ്. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ഈ ഫ്രണ്ട്സിനെ പോലെയാണ്. എല്ലാം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആക്ടർ ആക്ട്രസ് ഒക്കെ ആരാണ്? എല്ലാവരും ആണ്. നല്ല സിനിമകളെല്ലാം ഇഷ്ടമാണ്. ലാലേട്ടനെ കുറിച്ച് പറയണ്ട. ഫാൻ എന്ന് പറഞ്ഞ ഒരുമാതിരി ക്രേസ് ആണ്. പിന്നെ ഇപ്പോഴത്തെ ടോവിനോ, ആസിഫ് അലി അങ്ങനെ എല്ലാവരും ഇഷ്ടമാണ്. ഹിന്ദി രൺവീർ സിംഗിനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന ആളൊന്നും ഇല്ല എനിക്ക്. ലാലേട്ടൻ പിന്നെ ലാലേട്ടൻ്റെ ഇനി ഹിറ്റ് ആവാത്ത പടമാണെങ്കിലും ഞാൻ സാരമില്ല, ലാലേട്ടനല്ലേ എന്നുള്ളൊരു ഇതാണ്. പക്ഷെ ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന ആളൊന്നൊന്നുമില്ല. നല്ല മൂവീസ് എന്താണെങ്കിലും കാണുക. കാഞ്ചന ഈ പാട്ട് ആരാന്നറിയും ഇല്ല. ഇത് ഈ പേപ്പർ മലയാള സംഗീതത്തിന്റെ മാത്രമായിട്ട് ഒരു പേപ്പർ ഉണ്ട്. പേപ്പറിലൊരു ഇതുണ്ട് സെമസ്റ്ററിൽ പഠിക്കാൻ. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ. എന്താ നാണക്കേടാണ് സ്വന്തം അപ്പൂപ്പന്റെ. അപ്പൊ ഞാൻ അതെനിക്ക് ഭയങ്കര ഹിറ്റിംഗ് ആയിരുന്നു. അത് ക്ലാസ്സിൽ സ്വന്തം അപ്പൂപ്പന്റെ പാട്ട് എനിക്ക് അറിയില്ല. ഞാൻ പാടി കൊടുത്ത കുറെ കൂടെ വഴക്ക് കൂടും. പാടി കൊടുക്കും കഞ്ചി ഇങ്ങനെയാണോ പാടുന്നത്, ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ. അത് പാട്ട് ശ്രദ്ധിക്കും. അപ്പൂപ്പന്റെ പേര് പറയാതെ തന്നെ പാട്ട് പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയുന്നത്. അളിവേണി എന്ന് പറഞ്ഞ കോമ്പസിഷൻ. ഇപ്പം നമ്മുടെ ലാലേട്ടന്റെ ഒരു പരസ്യം വന്നല്ലോ, വിൻസ്മേരയുടെ, അതിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആ പാട്ടാണ്. അളിവേണിയുടെ പോർഷനാണ്. ഇന്ത്യ